ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. ലൂക്കോസ് 22:32 ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. നമ്മുടെ പ്രിയപ്പെട്ട കർത്താവായ യേശുക്രിസ്തു നമുക്ക് പിന്തുടരാൻ പറ്റിയ ഉത്തമ മാതൃകയാണ്. നാം അനുകരിക്കേണ്ട മാതൃക അവൻ നമുക്ക് കാണിച്ചു തന്നു. അവൻ എടുത്ത ഓരോ ചുവടും അവൻ്റെ ആഴമേറിയതും തീക്ഷ്ണവുമായ പ്രാർത്ഥനയുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരങ്ങൾ ഉടനടി ലഭിച്ചു. യേശു സ്നാനമേറ്റു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ഒരു പ്രാവിനെ പോലെ ശാരീരിക രൂപത്തിൽ അവൻ്റെ മേലിറങ്ങി എന്ന് നാം തിരുവെഴുത്തുകളിൽ വായിക്കുന്നു. ഇത് ലൂക്കോസ് 3:21-22 നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറുരൂപ മലയിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഗെത്സമനെ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവനെ ശക്തിപ്പെടുത്താൻ വന്നു. അതിരാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ പലപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോകുമായിരുന്നു. ഇത് ലൂക്കോസ് 1:35 കാണാം. ഇത് അദ്ദേഹത്തിന്റെ പതിവ് രീതിയായിരുന്നു. യേശു നമുക്ക് വേണ്ടി 4 പ്രധാന പ്രാർത്ഥനാ പോയിന്റുകൾക്കായി പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നു. 1. നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കേണ്ടതിന്. ഇത് ലൂക്കോസ് 22:32 കാണാൻ സാധിക്കുന്നു. 2. തന്റെ ആത്മാവിനെ മരണത്തിന് ഏൽപ്പിക്കുകയും അതിക്രമികൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും ചെയ്യേണ്ടതിന്. ഇത് യേശയ്യാവ് 53:12 കാണാൻ സാധിക്കും. 3. സത്യത്തിന്റെ ആത്മാവ് ആശ്വാസകൻ എന്നേക്കും നമ്മോടൊപ്പം വസിക്കേണ്ടതിന്. ഇത് യോഹന്നാൻ 14:16 കാണുന്നു. 4. നാം പൂർണ്ണമായി രക്ഷിക്കപ്പെടേണ്ടതിന്. ഇത് എബ്രായർ 7:25 കാണാൻ സാധിക്കുന്നു. യേശു ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അവൻ സ്വർഗത്തിലേക്ക് കയറി. അപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. വാക്കുകൾക്ക് അതീതമായ ഞെരുക്കങ്ങളോടെ അവൻ നമുക്ക് വേണ്ടി യാചിക്കുന്നു. ആ മഹത്വമുള്ള സ്വർഗത്തിൽ പോലും ദൂതന്മാരുടെ ആരാധനയ്ക്കും സ്തുതികൾക്കുമിടയിൽ അവൻ നമ്മെ മറക്കുന്നില്ല. അവൻ നമ്മെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മരിച്ച യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു. ഇത് റോമർ 8:34 കാണുന്നു. അതുകൊണ്ട് തന്നിലൂടെ ദൈവത്തിങ്കിലേക്ക് വരുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാണ്. കാരണം അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ അവൻ എപ്പോഴും ജീവിക്കുന്നു. ഇത് എബ്രായർ 7:25 കാണപ്പെടുന്നു. അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നാം അവന്റെ കൃപയിൽ ഉറച്ചു നിൽക്കുന്നത്. ഈ വർഷവും ഞാൻ അതിനു ചുറ്റും കുഴിച്ചു വളമിടുന്നതുവരെ അതിനെ വെറുതെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് തരിശായ മരത്തിനു വേണ്ടി അപേക്ഷിച്ച തോട്ടക്കാരനെ പോലെ കർത്താവായ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ക്ഷമയോടെ നമ്മിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ നമുക്ക് ഫലം കായ്ക്കാൻ കഴിയും. ദൈവത്തിന്റെ പ്രിയ പൈതലെ, നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥത വഹിക്കുന്ന നമ്മുടെ രക്ഷകനെ സന്തോഷത്തോടെ സ്തുതിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി 26:41 പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 77-78 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 10 അധ്യായം. ആമേൻ.